ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് കണ്ണൂർ പാപ്പിനിശ്ശേരിയുള്ള ഫിലാ ഗോൾഡിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ചിന്. അങ്ങനെ ഞാൻ വന്നതാണ്. ഇത് നമ്മുടെ ചങ്ങാതിൻ്റെ ഉപ്പയാണ്, ഫിലാ ഗോൾഡിൻ്റെ ഓണർ. ഇത് നമ്മുടെ സ്വന്തം ചങ്ങാതി ഫമീൽ, സ്വന്തം അനിയനെ പോലെയാണ്, ഒരുപാട് കാലത്തെ ബന്ധമാണ്. അപ്പോൾ എന്തായാലും ബൈജോട്ടൻ ഉദ്ഘാടനത്തിന് വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. ഒരുപാട് പരിപാടിക്ക് ഫമീൽ എന്നെ ക്ഷണിച്ചിന്, പക്ഷേങ്കിൽ എനിക്ക് വരാൻ പറ്റിയില്ല, പല കാരണങ്ങളുണ്ട്. ഞാൻ ഒരു ഉദ്ഘാടനത്തിന് എന്തായാലും എത്തുന്നു മറ്റ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പരിചയമുള്ള ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജ്വല്ലറിയിൽ ഒരുപാട് സെലക്ഷൻസും കാര്യമുണ്ട്. പിന്നെ ഇവർക്ക് ഈ ഒരു ജ്വല്ലറി മാത്രമല്ല, ഇവർക്ക് പാപ്പിനിശ്ശേരി, ചെറുകുന്ന്, പിന്നെ മംഗലാപുരം, അങ്ങനെ 2-3 ജ്വല്ലറി ഇവർക്കുണ്ട്. കൂട്ടത്തിലൊരു നെക്ലേസ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. ശ്രുതി പറഞ്ഞ് അതൊന്ന് വെച്ച് നോക്കട്ടെ എന്ന്. നോക്കുമ്പോൾ ശ്രുതിൻ്റെ ഡ്രസ്സ് ഡാർക്ക് ആയതുകൊണ്ട് അതത്ര മാച്ച് ആയിട്ടില്ല കേട്ടാ. അതിൻ്റെ അടുക്ക് നമ്മളെ ഫമീൽ എനിക്കൊരു പണി തന്നെ. അതായത് ഫിലാ ഗോൾഡിൻ്റെ ഉദ്ഘാടനം പ്രമാണിച്ച് ഓരോ മണിക്കൂറിലും നേർക്കിട്ട് ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫമീൽ പറഞ്ഞു, വൈജോട്ടാ ഗോൾഡ് കോയിൻ്റെ ആദ്യത്തെ നെറുക്കെടുപ്പ് നിങ്ങൾ തന്നെ എടുക്കണമെന്നും മറ്റ് ഒരു നിർബന്ധം. ഞാൻ പറഞ്ഞായിക്കോട്ട്, സന്തോഷം. അങ്ങനെ നെറുക്കെടുപ്പിന് വേണ്ടി ഇതാ കാത്തിരിക്കലാന്ന്. ഗോൾഡിന്റെ ഉടമസ്ഥൻ ബൈജു സാറാണ് ആദ്യത്തെ നെറുക്കെടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും നല്ലൊരു കയ്യടി കൊടുക്കും. ഗോൾഡിന്റെ നെറുക്കെടുപ്പിന് വേണ്ടി എന്നെ ക്ഷണിച്ചേട്ടാ. അപ്പം ഞാനിതാ പെട്ടി തുറന്നിട്ടേ. പിന്നെ നമ്മളെ ഷോപ്പിൽ നിന്ന് നെറുക്കിട്ട് ഒരുപാട് ശീലമുണ്ട്. പിന്നെ ഈ നെറുക്കെടുപ്പിൽ ഇപ്പം ഭയങ്കര വിവാദമായ കേസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കണ്ണ് ചിമ്മിയിട്ടേ, അടിയിൽ തപ്പാൻ നിന്നിട്ടില്ല. ഇതാ കുറേ അടുത്ത് ഇങ്ങനെ പൊന്തിച്ച് വാരി വലിച്ചിട്ട് അതിൻ്റെ അതൊന്ന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടേ. എനിക്ക് തോന്നുന്നു ഇത് ശരിയായൊരു ഭാഗ്യവാനാണ്. കാരണം ഞാൻ അങ്ങനെയാണ് നെറുക്കെടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഈ കുഞ്ഞുമോനാണ് ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇനി അടുത്ത മണിക്കൂറിൽ ആദ്യം നെറുക്കെടുപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അത്ര വരെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങിയേട്ടാ. അതിൻ്റെ ഇടയ്ക്ക് ഫമീലിൻ്റെ ഉപ്പനെ ശരിക്കും നോക്കിയേട്ടെ. എന്തൊരു വിനയം എന്നറിയാം, എന്തൊരു പെരുമാറ്റം എന്നറിയാമോ. വളരെ നല്ല മനുഷ്യൻ കേട്ടാ. എന്തായാലും ഈ ജ്വല്ലറിക്ക് വളരെ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ല പെരുമാറ്റം ഉണ്ടെങ്കിൽ ഏത് ബിസിനസ് സൂപ്പറാവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നുണ്ടാവേ, ഒരു ജ്വല്ലറിൻ്റെ ഉദ്ഘാടനത്തിന് മറ്റൊരു ജ്വല്ലറിൻ്റെ മുതലാളിനെ ഇങ്ങനെയൊക്കെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മളെങ്ങനെയാണ്? കാരണം എന്താണ്, നമ്മളെ ജ്വല്ലറി കച്ചവടം ചെയ്യുന്ന എല്ലാവരും നമുക്ക് സ്വന്തക്കാരാണ്, സഹോദരന്മാരാണ്, സുഹൃത്തുക്കളാണ്. നമ്മൾ നല്ല ഒത്തൊരുമയോട് കൂടിയാണ് ഇവിടെ പോകുന്നത്. ഈ ഐക്യം നമുക്കെല്ലാവർക്കും നല്ലതേ ഇതുവരെ വരുത്തിയിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ.